ഇനി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഇത് PMC വരുന്നതോടെ ഞങ്ങൾ നടപ്പാക്കൂല എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഫണ്ട് ലഭിക്കുന്നതിനും തുടർന്ന് ചെയ്യുന്നതിനൊക്കെയുള്ള ചില മാനദണ്ഡം തന്നെ ഒന്നാമത്തത് തന്നെ എത്ര മികവോടെ NEP നടപ്പാക്കുന്നു എന്നുള്ളതാണ്. അപ്പം പിന്നെ NEP നടപ്പാക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കുമോ? അപ്പോൾ ഒരു സെലക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ സാധ്യമല്ല എന്നുള്ള അർത്ഥം. രണ്ടാമത്തൊരു അപകടം, ഈ PM സ്കൂളുകൾ അല്ലെങ്കിൽ PMC സ്കൂളുകൾ ഇതാണ് ഇനി മറ്റു സ്കൂളുകളുടെ മെൻറ്റേഴ്സ് ആകാൻ പോകുന്നത്. അവർക്കൊരു മേധാവിത്വം ഉണ്ടാവും. അവർ ആ സ്കൂളിനെ നോഡൽ സ്കൂളുകൾ പോലെ വന്ന് അവരെന്ത് ചെയ്യും, ഇത് മറ്റ് സ്കൂളുകളെ മോണിറ്റർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. ഇവിടെ ആൾറെഡി ഇത് മോണിറ്റർ ചെയ്യുന്നവരാണ് ഈ കേന്ദ്രീയ വിദ്യാലയ സംഘാതൻ, നവോദയ വിദ്യാലയ സമിതി എന്നൊക്കെ പറയുന്നവരാണ് ഈ ഇത് തിരഞ്ഞെടുക്കുന്നതും തുടർന്ന് ഇതിൻ്റെ ഒരു നേതൃത്വ സ്വഭാവത്തോടെ ചെയ്യുന്നത്. അത് സമ്പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ക്വാളിറ്റി ഇവാലുവേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ഇതൊക്കെ കൈവിട്ടു പോകുന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ആൾറെഡി അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ഞാൻ ഒരിക്കൽ നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സെൻട്രൽ ഗവൺമെൻറ് ഒരു യുണീക്ക് ID, അപ്പാർ ID എന്ന് പറയുന്നൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു യുണീക്ക് ID എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ UDIS എന്ന് പറയുന്നതിൻ്റെ ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിലേക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ഇത് ഒരു ഡാറ്റൻ്റെ ചോർച്ചയാണല്ലോ സ്വാഭാവികമായിട്ടും. ഇതിനെ എതിർത്തു പല സംസ്ഥാനങ്ങളും. എന്നാൽ കേരളം ഇതിന് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നടപ്പാക്കി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. BRC വഴി ഈ ഡാറ്റ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ആൾറെഡി കേന്ദ്ര സർക്കാരിൻ്റെ ലിസ്റ്റിൽ അവരുടെ കുട്ടികളായിട്ട് ഒരർത്ഥത്തിൽ മാറിയിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ വെച്ചാൽ സ്ക്വാഫ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വെച്ചാൽ സ്കൂൾ ക്വാളിറ്റി ഒരു അസസ്മെൻറ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ക്വാഫ് വെച്ചുകൊണ്ടാണ് സ്കൂളിൽ അസസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് സ്റ്റേറ്റിൻ്റെ മാനദണ്ഡങ്ങളല്ല, മറിച്ച് അതിന് 6 കോമ്പണൻസ് ഒക്കെ ഉണ്ട്. അത് വെച്ചുകൊണ്ട് സ്കൂളുകളെ അസസ് ചെയ്യുന്നതിലേക്ക് പോകും. ഇത് നടപ്പാക്കിയിട്ടില്ലെങ്കിലും നേരത്തെ പറഞ്ഞ അപ്പാർ ID കൊടുത്തിട്ടില്ലെങ്കിലും ഒക്കെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി തുടർന്ന് ഈ ഫണ്ട് ലഭിക്കാനോ ഒക്കെ ഇത് വയലേറ്റ് ചെയ്താൽ ഒന്നും കിട്ടൂല. അപ്പോൾ ഈ പറയുന്ന രൂപത്തിൽ ഇതിനെ ഏറ്റവും നന്നായിട്ട് നടപ്പാക്കുക എന്നുള്ളതല്ലാതെ ഇത് നടപ്പാക്കാതിരിക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്യില്ല, നടക്കാൻ പോകുന്നില്ല.